ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് PCOD PCOS ഉള്ള ആൾക്കാർക്ക് 2 ആഴ്ച കൊണ്ട് എങ്ങനെ വെയിറ്റ് കുറക്കാം അതിനുള്ളൊരു ഐഡിയ. ഞാൻ ഒരു 3 വീക്സ് ഈ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തു, ഇതുപോലെ ചെയ്തു. അപ്പോൾ 68 വെയിറ്റ് ഉള്ള ഞാൻ ഇപ്പോൾ 59 വെയിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ട് ഒരു ഡയറ്റ് ചെയ്തിട്ട് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു വെയിറ്റ് കുറക്കാൻ എനിക്ക് പറ്റി. എനിക്ക് PCOD ഉണ്ട്. അങ്ങനെ വെയിറ്റ് കുറക്കാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. വെറുതെ എന്തായാലും ആക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ പറ്റി. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഡയറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. വെയിറ്റ് ലോസ് ചെയ്യാം, വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇതിനിടയിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാം. അപ്പോൾ എന്തൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ലഞ്ച്, സ്നാക്ക് ആൻഡ് ഡിന്നർ, അങ്ങനെ എല്ലാം. അപ്പോൾ രാവിലെ പുഴുങ്ങിയ മുട്ട 2 പ്രാവശ്യം വിസിൽ വന്നിട്ടാണ് ഈ മുട്ട പുഴുങ്ങിയത്. അപ്പോൾ പുഴുങ്ങിയ മുട്ട 2 എണ്ണം, 2 ആപ്പിൾ. ഇതാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വിശപ്പ് പോയില്ലെങ്കിൽ ഒരു കക്കിരിക്ക തിന്നാം, അതുപോലെ ഒരു ചെറുപഴം വേണേൽ തിന്നാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ ടീയും കുടിക്കണം. ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ 2 പുഴുങ്ങിയ മുട്ട തിന്നണം, 2 എണ്ണം. പിന്നെ വിശപ്പൊട്ടും പോവാത്തത് കൊണ്ട് ഞാൻ ഒരു ആപ്പിളും കൂടി തിന്നു. 1 2 ആപ്പിൾ തിന്നാം, അതൊരു പ്രശ്നമല്ല. ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല സാധനമാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഫില്ലാക്കി വെക്കും, നമുക്ക് എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വിശപ്പ് പോയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു കുക്കുംബർ കക്കിരിക്ക എടുത്ത് തിന്നും. ഓക്കെ. പിന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം. വെള്ളം എന്ന് പറയുന്നത് എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ഓറഞ്ച് കഴിക്കാം, അതുപോലെ ആപ്പിൾ വേണേൽ ആപ്പിൾ ഒന്നുകൂടി കഴിക്കാം. പിന്നെ പഴം കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ പഴമല്ല, ചെറിയ പഴം കഴിക്കാം. ഓക്കെ. ഉച്ചയ്ക്കും സെയിം സാധനം തന്നെയാണ് ഞാൻ തിന്നുന്നത്. ഉച്ചയ്ക്കും 2 പുഴുങ്ങിയ മുട്ട, അതുപോലെ 1 ആപ്പിൾ അല്ലെങ്കിൽ 2 ആപ്പിൾ തിന്നും. പിന്നെ ഒരു കക്കിരിക്കയോ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വിശപ്പിനനുസരിച്ച് തിന്നും. പിന്നെ നിറയെ വെള്ളം കുടിക്കും, ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കുടിക്കും. പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എങ്ങനെയാണെങ്കിലും എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും ചായ കുടിക്കണം എനിക്ക്, ഇല്ലെങ്കിൽ തലവേദന വരുന്നത് പോലെ. അപ്പോൾ വൈകുന്നേരം ഒരു ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചായ. പക്ഷേ എങ്കിൽ ഷുഗർ യൂസ് ചെയ്യാറില്ല. പഞ്ചസാര യൂസ് ചെയ്യുന്നതിന് പകരം ഷുഗർ ഫ്രീ ഇല്ലേ, നാച്ചുറൽ ഷുഗർ ഫ്രീ എന്ന് പറയുന്ന ഒരു പഞ്ചസാര പോലെ മധുരം കിട്ടുന്നൊരു സാധനമുണ്ട്. അതിപ്പോൾ നാച്ചുറൽ ഷുഗർ ഫ്രീ യൂസ് ചെയ്യാം. പിന്നെ സ്പ്ലെൻഡ എന്ന് പറയുന്നത് അതുപോലെ ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു സാധനമാണ്. അതാണെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്താൽ നമുക്ക് ഈ മധുരം നമ്മളുടെ ഡയറ്റിലോട്ട് മധുരം കയറിപ്പോവില്ല. അപ്പോൾ നല്ലൊരു സാധനമാണത്. അതാണ് ചായക്ക് യൂസ് ചെയ്യുന്നത്. അതും കുടിക്കും. ചായയും 1 കപ്പ് ചായയും കുടിക്കും. അതായത് ഒരു ഗ്ലാസ് ചായയും കുടിക്കും. അതിൻ്റെ കൂടെ 2 ആരോ റൂട്ട് ബിസ്ക്കറ്റും ഞാൻ തിന്നും. പിന്നെ രാത്രിയിൽ കഴിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഓട്സ്, ഹോർലിക്സ് ഓട്സാണ് ഞാൻ കഴിക്കാറ്. ഹോർലിക്സ് ഓട്സ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കി വെള്ളമാണ്. ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഓട്സ് ആക്കും. പിന്നെ അതിനകത്ത് ഒരു ചെറിയൊരു ചെറുപഴം ഇടും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ യൂസ് ചെയ്യും. തേൻ 1 2 സ്പൂണ് തേനും കൂടി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള മീൽ പ്ലാൻ. ഇങ്ങനെ കഴിച്ചാൽ തന്നെ ഒരു 2-3 ആഴ്ച കൊണ്ട് എന്താണെങ്കിലും ഒരു 5-6 കിലോ വെച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. എനിക്ക് കുറഞ്ഞു. ഇതിനിടയിൽ ഞാനിപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കക്കിരിക്ക കഴിക്കുന്നത് പോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. എന്തൊക്കെ കഴിക്കാമെന്ന്, കൂടുതൽ ഓറഞ്ച് ആപ്പിളാണ് കഴിക്കുന്നത്, അതൊക്കെ കഴിക്കാം. നിങ്ങൾക്ക് വിശക്കില്ല. ഇങ്ങനത്തൊക്കെ 2 മുട്ട തിന്നണ്ട. 1 മുട്ട തിന്നും, 1 ആപ്പിൾ തിന്നുമ്പം തന്നെ വിശപ്പൊക്കെ കുറയും. ആദ്യമൊക്കെ ചിലപ്പോൾ തലവേദന ഒരു ദിവസമൊക്കെ ഉണ്ടാവും. എന്നാലും പറ്റുകയാണെങ്കിൽ ഇത് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാരയാണ് പ്രധാനമായിട്ടും നമ്മളുടെ
ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അത് നമുക്ക് ഒരുപാട് വെയിറ്റ് കൂട്ടാൻ സഹായിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്ത വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.